ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് സോപ്പ് ബേസ് കഷ്ണങ്ങളാക്കിയതാണ്, സോപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് തുളസി നീരും ചേർക്കണം. അപ്പോൾ തുളസി ഞാൻ നീരാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. സ്പൂണ് നിറയൊന്നും വേണ്ട, കാരണം സോപ്പ് ബേസ് കുറച്ചുള്ളൂ കേട്ടോ. ഒരു 200 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ. അപ്പോൾ അത് മെൽറ്റാക്കുകയാണ്. നല്ലോണം മെൽറ്റായി വന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഒരു 500 kg സോപ്പ് ബേസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിയാവോ ഇല്ലേന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പം അന്ന് കുറച്ച് വർക്കായി കണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബീട്രൂട്ടിൻ്റെ ഒക്കെ ജ്യൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ജ്യൂസ് ഇത്തിരി അളവ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചേർക്കുന്നതിൻ്റെ അളവ് കൂടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ സോപ്പ് ഉറക്കില്ല. അപ്പോൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മണത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പപ്പായ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മണം, 50 രൂപയാണ്, നല്ല വിലയുണ്ട്. എനിക്കെല്ലാ സോപ്പൊന്നും യൂസാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ 2 പീസ് ചേർത്ത് ഞാനിതിലേക്ക് ഉപയോഗിക്കുകയാണ് കേട്ടോ, സ്മെല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പപ്പായയുടെ നല്ല ചെറിയ പീസാക്കാൻ മറന്നും പോയി, പിന്നെ അങ്ങനെ ഇട്ടു. ചെറുതായിട്ട് മെൽറ്റാവാൻ ചെറിയ പീസുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ, ഒന്നും കൂടെ മെൽറ്റാവാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് നോക്കണം അതായിട്ടല്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ, ലാസ്റ്റ് ഒഴിച്ചാൽ മതി. അപ്പോൾ അതേ മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാനും വീഡിയോ ഓണാക്കിയെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഒഴിക്കുന്നത് ഞാനപ്പോൾ വീഡിയോ ഓണല്ലായിരുന്നു, പിന്നെയാണ് മനസ്സിലായത്. ഇനിയിപ്പോൾ അതെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് 2 മണിക്കൂറായിട്ടുള്ളൂ, നന്നായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന അളവ് പാകമാണെങ്കിൽ സോപ്പ് ഉറച്ച് കിട്ടും. അപ്പോൾ ഞാനും ഇങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കി. ഇനി സോപ്പ് ഉണ്ടാക്കുന്നതാവും എനിക്ക് കെമിക്കൽ കാര്യങ്ങളും ഇല്ലല്ലോ. എനിക്ക് എല്ലാ സോപ്പുകളും എനിക്ക് അലർജി ഉണ്ടാകാറുണ്ട്. നാളെ ലെക്സ് വാങ്ങിച്ചു. ലെക്സ് നല്ല മണമാണല്ലോ, പക്ഷേ എനിക്കത് അലർജിയായി. കുട്ടികൾക്ക് യൂസ് ആക്കിയിട്ടാൽ എനിക്ക് പറ്റില്ല, എനിക്ക് എല്ലാ സോപ്പും പറ്റില്ല. പിന്നെ മുതൽ ഞാൻ സോപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ സോപ്പ് ബേസ് മോൾഡൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ബേസ് ഇല്ല, ബേസ് വാങ്ങണം. മോൾഡ് പിന്നെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വാങ്ങിയതാണ്, മീഷോന്ന് വാങ്ങിയതാട്ടോ ഞാൻ. അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ. നിങ്ങൾ വീട്ടിൽ സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കെമിക്കൽ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, നല്ല ഒറിജിനൽ ആയിരിക്കുമല്ലോ. നമ്മൾ അപ്പോൾ യൂസ് ആക്കിയാൽ മതി. നമുക്ക് ആവശ്യത്തിന് 1-2 ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഉണ്ടാക്കണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ എന്താണ്, ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത്. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല വാട്ടർ ഉപയോഗിക്കണം. എന്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണെങ്കിലും ശുദ്ധമായ വാട്ടർ ഉപയോഗിക്കണം. അപ്പോൾ സോപ്പ് ചീത്തയാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. മോള് തൊട്ടൊക്കെ ഇട്ട മോൾക്ക് സോപ്പൊക്കെ ഉണ്ടാക്കി കണ്ടപ്പോൾ അവൾക്കൊരു അത്ഭുതം. അവളെ കളിയാക്കാണ് ഞാൻ. ഈ കയ്യെ പിടിച്ചിട്ട് വെറുതെ തമാശ കാണിച്ചിട്ടോ, തൊട്ട് നോക്കുമ്പോൾ കുഞ്ഞു കയ്യിൽ. സ്കൂളിലൊക്കെ സോപ്പ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഉണ്ട് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത്. അത് കിറ്റ് വാങ്ങിയിട്ടാണ് കേട്ടോ. അപ്പോൾ എത്രയുള്ള വീഡിയോ.